1.1 നേരത്തെ പറഞ്ഞത് 8.22 കോടിക്കാണ് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് എന്ന് പറഞ്ഞിട്ട് ദേവസ്വം ബോർഡായിട്ട് കരാറുണ്ടാക്കിയതാണ് 8.22. നമ്മൾ പണ്ട് കേട്ടതല്ലേ 8.22 കോടിക്കാണ് ഈ അയ്യപ്പ ആഗോള അയ്യപ്പ സംഗമം നടത്താൻ വേണ്ടി പോകുന്നത്. അതൊക്കെ കഴിഞ്ഞപ്പോൾ ഇവര് ബില്ല് കൊടുത്തു. സ്വാഭാവികം അങ്ങനെയാണല്ലോ, നമ്മൾ ആദ്യം തന്നെ ഒരു എസ്റ്റിമേറ്റ് ഇടും. ആ എസ്റ്റിമേറ്റ് ആണ് 8.22. അത് ദേവസ്വം ബോർഡ് അംഗീകരിച്ചതാണ്. അതിന്റെ ഇടയിൽ സ്വാഭാവികമായും ഇവർക്ക് അറിയാം ഇതിന്റെ മുക്കാൽ പങ്കും പല ആൾക്കാരുടെയും പോക്കറ്റുകളിലേക്ക് പോകാനുള്ളതാണ്. അതുകൊണ്ടാണ് ഇവർ 8.22 എന്തെങ്കിലും പണ്ടാറക്കട്ടെ, നിങ്ങൾ 10, 15, 20 കോടി ഇട്ടോളി, പക്ഷെ അമ്മക്ക് കിട്ടുന്ന കൊണ്ട് തന്നാൽ മതി, അത്രയേ ഉള്ളൂ. നിങ്ങൾ ആഗോള അയ്യപ്പ സംഗമത്തിന് ICCക്കാരെ നിങ്ങൾ 8.22 കോടി ആക്കണ്ട, നിങ്ങളൊരു 80 കോടി ആക്കിക്കപ്പ, ഒരു പ്രശ്നമില്ല. ആൾക്കാരോട് പറഞ്ഞാൽ മതി, നമ്മുടെ സ്പോൺസർമാരുടെ ഇടയിൽ നമുക്ക് പിരിക്കാം. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, അതിന്റെ ഒരു ഭാഗത ഇതിലേക്ക് കൊണ്ട് ഇട്ടാ മതി എന്ന് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥന്മാരും ദേവസ്വം ബോർഡിന്റെ അധിപന്മാരും അതിന്റെയും മേലുള്ള, ഞാൻ പറയുന്നില്ല ആരൊക്കെയാണ്, എല്ലാരും ഇങ്ങനെ കീശ ഇങ്ങനെ വിടർത്തി കാണിച്ചു, ഇതിലേക്ക് ഇട്ടാ മതി, നിങ്ങൾ കള്ളക്കണക്ക് എഴുതിക്കോ. പക്ഷെ ഊരാളുങ്കൽ സൊസൈറ്റി അല്ലെങ്കിൽ ICCക്കാര് 8.22 പറഞ്ഞത്. ശരി, ഇതൊക്കെ കഴിഞ്ഞപ്പോൾ ബില്ല് കൊടുത്തു 7.11. പൈസ കിട്ടണ്ടേ? ആകെ പൈസ കിട്ടിയത് ധനലക്ഷ്മി ബാങ്ക് ഒരു 2 കോടി, പിന്നെ കേരള ബാങ്ക് 1 കോടി, അതിന്റെ GST കഴിച്ചാൽ അത്രയും ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ 3 കോടി. ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട് ദേവസ്വം ഫണ്ട് എടുക്കരുത്. ആദ്യം വിചാരിച്ചത് ദേവസ്വം ഫണ്ട് കൈയിട്ട് വരാനേനി, ദേവസ്വം ഫണ്ട് എടുക്കരുതെന്ന് ഹൈക്കോടതി പറഞ്ഞു. പിന്നെ ഇപ്പൊ എന്താ ചെയ്യുക? അപ്പോഴാണ് ഈ സ്പോൺസർമാരുടെ പൈസ കിട്ടിയില്ല, അപ്പൊ തൽക്കാലത്തേക്ക് മറിച്ചു. ഇവരുടെ ഒരു അധികാരം ഉപയോഗിച്ച് ദേവസ്വം ഫണ്ടിൽ നിന്ന് ഒരു 5 കോടി വേറെ അക്കൗണ്ടിലേക്കാണ് ഇട്ടു.